കേരള ക്രൈസ്തവ ചരിത്രത്തിലെ തിളക്കമുള്ള ഒരധ്യായമാണ് എറണാകുളത്തെ കരിങ്ങാച്ചിറ സെയിന്റ് ജോർജ് കത്തീഡ്രൽ. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. പള്ളിയിലെ ശിലാശാസനമനുസരിച്ച് ഇതിൻ്റെ സ്ഥാപനം നടന്നത് AD 722 മകരം 13-ാം തീയതിയാണ്. ഈ ശാസനം മലയാള ഭാഷ രൂപപ്പെടുന്നതിന് മുൻപുള്ള നാനം മോനം എന്ന പ്രാചീന ഭാഷയിൽ കൊത്തിയതാണ് എന്ന ചരിത്രപരമായ പ്രാധാന്യവും ഇതിനുണ്ട്. പണ്ട് എടപ്പള്ളി പള്ളിയുമായി ബന്ധമുണ്ടായിരുന്ന മാളിയാക്കൽ, പാലത്തിങ്കൽ തുടങ്ങിയ ചില കുടുംബങ്ങൾ അവിടെ നേരിട്ട ഭിന്നതകളെ തുടർന്ന് ഒരു പുതിയ ആരാധനാ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാടും തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമായ കരിങ്ങലിച്ചിറ അവർ കണ്ടെത്തുകയും അവിടെ പള്ളി പണിയുകയും ചെയ്തു. ഇതാണ് പിന്നീട് കരിങ്ങാച്ചിറ എന്നറിയപ്പെട്ടത്. എടപ്പള്ളി പള്ളിയിൽ നിന്ന് സ്വതന്ത്രമായി രൂപം കൊണ്ട ആദ്യകാല ദേവാലയങ്ങളിലൊന്നായും കരിങ്ങാച്ചിറ പള്ളി കണക്കാക്കപ്പെടുന്നു. സ്ഥാപിതമായ 8-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കൊച്ചി രാജവംശം പിന്നീട് ഇവിടെ അധികാരം സ്ഥാപിച്ചപ്പോൾ പള്ളിക്ക് പ്രത്യേക പരിഗണന നൽകുകയും കരിങ്ങാച്ചിറ കത്തനാർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. കൊച്ചി രാജാക്കന്മാർ പലപ്പോഴും ഈ പള്ളിയിൽ സന്ദർശിച്ചിരുന്നതായി രേഖകളിൽ കാണാം. പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസ് കൊച്ചു തിരുമേനി കരിങ്ങാച്ചിറ കാത്തീഡ്രലുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. പരിശുദ്ധന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യപടിയായ കോറിയോ സ്ഥാനം തൻ്റെ 9-ാമത്തെ വയസ്സിൽ സ്വീകരിച്ചത് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു. 1857 സെപ്റ്റംബർ 14-ാം തീയതി സ്ലീബ പെരുന്നാൾ ദിവസത്തിൽ മലങ്കര മെത്രാപ്പൊലിത്തയായിരുന്ന മാത്യൂസ് മാർ അഥാനാസിയോസ് തിരുമേനിയിൽ നിന്നും ആ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. ശെമ്മാശനായിരുന്നപ്പോഴും മെത്രാപ്പൊലിത്തയായിരുന്നപ്പോഴും പല പ്രാവശ്യം ഈ ദേവാലയത്തിൽ താമസിച്ച് ആത്മീയ ശുശ്രൂഷകൾ നടത്തിയിരുന്നു. കരിങ്ങാച്ചിറ കത്തീഡ്രലിനെ പ്രസിദ്ധമാക്കുന്നത് തമുക്ക് പെരുന്നാളിലൂടെയാണ്. വൃശ്ചികം 20 പെരുന്നാളെന്ന് പഴമക്കാർ പേരിട്ടത് പിന്നീട് ഡിസംബർ 3-ാം തീയതി ആഘോഷിച്ചു വരുന്നു. യെരുശലേമിൽ നിന്നും മലങ്കരയിലേക്ക് എഴുന്നള്ളിയ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന മഫ്രിയാന എൽദോമാർ ബസേലിയോസ് ബാവായ്ക്ക് കരിങ്ങാച്ചിറ കത്തനാരും ഇടവക ജനങ്ങളും പഴം, അരി, ശർക്കര എന്നിവ ചേർത്ത് വിശിഷ്ടമായ വിഭവം സമർപ്പിക്കുകയുണ്ടായി. ബാവ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തമുക്ക് കഴിക്കാമെന്ന് കേട്ടതിനെ തുടർന്ന് വിഭവത്തെ തമുക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് പരിശുദ്ധ ബാവായുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് തമുക്ക് പെരുന്നാളായി ഡിസംബർ 3-ാം തീയതി ആഘോഷിക്കുന്നത്. ഇന്ന് യാക്കോബായ സുറിയാനി സഭയുടെ പ്രധാന ആത്മീയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. 2012 ഇത് ജോർജിയൻ തീർത്ഥാടന കേന്ദ്രം അഥവാ ജോർജിയൻ പിൽഗ്രിം സെന്ററായി പ്രഖ്യാപിക്കപ്പെട്ടു. പരിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പെരുന്നാൾ മെയ് 5, 6, 7 തീയതികളിൽ വർഷം തോറും കൊണ്ടാടപ്പെടുന്നു. ഡിസംബർ 1, 2, 3 തീയതികളിൽ തമ്മുക്ക് പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു.